കേരളത്തിൽ എയിംസ് വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഇപ്പോൾ കേരളത്തിലേക്കുള്ള എയിംസ് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. ഇപ്പോഴത്തെ വിഷയം എയിംസ് എവിടെ വരണം എന്നതിനെ ചൊല്ലിയാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന് പറയുന്നു. ആലപ്പുഴയിൽ കൊണ്ടുവരുന്നത് തടഞ്ഞാൽ ഞാനത് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഇനി കുറച്ച് മുമ്പ് ഞാൻ എയിംസ് തമിഴ്നാട്ടിലേക്ക് അയക്കും എന്നടക്കം അദ്ദേഹം പറയുകയുണ്ടായി. തിരുവനന്തപുരം BJP ജില്ലാ കമ്മിറ്റി എയിംസിനെ തിരുവനന്തപുരത്തേക്ക് വേണമെന്ന് പറയുന്നു. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡേക്ക് വേണമെന്ന് പറയുന്നു. സർക്കാർ കോഴിക്കോട് കിനലൂരിൽ എയിംസിന് വേണ്ടി ഭൂമി കണ്ടെത്തി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. കേരളത്തിൽ എയിംസ് എവിടെ വേണമെന്നല്ല, എയിംസ് വരുന്നതെന്നാണ് എന്നാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നത്. നമ്മൾ ഈ വിഷയമാണ് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം രാജീവ് ശങ്കരൻ. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. കേരളത്തിൽ എയിംസ് എവിടെ വേണമെന്ന ചർച്ച വീണ്ടും ഇങ്ങനെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപിയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ എയിംസ് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരിക്കും സുരേഷ് ഗോപി ഇപ്പോഴിത് ഉന്നയിക്കാനുള്ള ഒരു കാരണമായി തോന്നുന്നത്? പ്രത്യേകിച്ച് പ്രൊവക്കേഷൻ എന്തെങ്കിലും ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കില്ല. ഇപ്പോ രണ്ട് ഇലക്ഷൻസ് വരെയാണല്ലോ, ഒന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോ വീണ്ടും ഒരു സ്വാഭാവികമായിട്ടും ഇപ്പോ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വരും. അപ്പൊ അതിനൊരു മറുപടി പറയുക എന്നുള്ളത് കാര്യം മാത്രമേ ഉദ്ദേശം ഉണ്ടാവുള്ളൂ എന്നാണ്. അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫലം ഉണ്ടാക്കുന്ന ഒരു ചർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോ 2014 ബജറ്റിൽ 2014-15 സാമ്പത്തിക വർഷത്തെ ബജറ്റാണ് തോന്നുന്നു. അതിലാണ് കേരളം അടക്കം 4 സംസ്ഥാനങ്ങൾക്ക് എയിംസ് അനുവദിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. ബാക്കി അനുവദിച്ച സംസ്ഥാനങ്ങളിലൊക്കെ ഒന്നുമില്ലെങ്കിൽ എയിംസിന്റെ പണി തുടങ്ങി, അല്ലെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എയിംസ് പ്രവർത്തനം തുടങ്ങി. കേരളത്തിൽ ഇതേവരെ അതിന്റെ ഒരു പണി പോലും നടന്നിട്ടില്ല. ഇത്രയും കാലമായിട്ട് ഇതൊന്നും തയ്യാറാകാതിരുന്ന കേന്ദ്ര സർക്കാർ ഇപ്പൊ അത് അനുവദിക്കും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ഡിബേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആലപ്പുഴയിൽ വേണം എന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നു, ആലപ്പുഴ ഇല്ലെങ്കിൽ തൃശ്ശൂർ വേണം എന്ന് പറയുന്നു. അപ്പൊ ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതെവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായക്കില്ല. അതുകൊണ്ട് എയിംസ് അനുവദിക്കാൻ പറ്റില്ല എന്ന ഒരു തൊടുന്യായം പറയാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അല്ലെങ്കിൽ ഇത് അനുവദിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു റോൾ ഉണ്ടല്ലോ, ഇത് എവിടെ വരണം. സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് പരിഗണിച്ചിട്ടായിരിക്കും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇപ്പൊ 2014 ഇത് അനുവദിക്കാം എന്ന് പറഞ്ഞപ്പോൾ തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ഇങ്ങനെ 4 സ്ഥലങ്ങളാണ് പരിഗണിച്ചതെന്നാണ് എന്റെ ഓർമ്മ. 4 ജില്ലകൾ പരിഗണിച്ചു. അവസാനം ഏറ്റവും യോഗ്യം എന്ന് കണ്ടെത്തിയത് കോഴിക്കോടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം എന്തുകൊണ്ട് പരിഗണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ട്, SUT ഉണ്ട്, അങ്ങനെ തുടങ്ങി ഹെൽത്ത് സെക്ടറുമായി റിലേറ്റ് ചെയ്ത ഹയർ സ്ഥാപനങ്ങൾ എന്ന് പറയാൻ പാകത്തുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട്. ആലപ്പുഴയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും കൊല്ലത്തുമുള്ള ആളുകൾക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്തെ ഉയർന്ന ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളും ഗവൺമെന്റ് തലത്തിൽ തന്നെയുള്ള ചികിത്സാലയങ്ങളുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ആണുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ പരിയാരം ഉണ്ടാവും, ചിലപ്പോൾ മലബാർ ക്യാൻസർ സെന്റർ ഉണ്ടാവും. അങ്ങനെ സർക്കാർ സെഗ്മെന്റിൽ വളരെ ചുരുക്കം സ്ഥാപനങ്ങളേ ഉള്ളൂ. അപ്പോ വടക്കൻ മേഖലകൾക്ക് കുറെ കൂടെ ഉയർന്ന ചികിത്സാ സംവിധാനങ്ങൾ കിട്ടാൻ പാകത്തുന്ന ഒരു ലൊക്കേഷൻ ഏത് എന്നുള്ള അന്വേഷണത്തിന്റെ കൂടെ ഭാഗമായിട്ടാണ് കോഴിക്കോട്ട് കിനാലൂർ തീരുമാനിച്ചത്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 140 മണ്ഡലങ്ങളിൽ നിന്ന് ജനങ്ങളെ തെരഞ്ഞെടുത്ത് അയച്ച ആളുകൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സഭയുടെ പ്രതിനിധിയാണ് സ്റ്റേറ്റ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ് ക്യാബിനറ്റിന് ഒരു റോൾ ഉണ്ട്. ആ സ്റ്റേറ്റ് ക്യാബിനറ്റ് ഒരു കാര്യം തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട്. അവിടെ ഇത്രയും കാലമായിട്ട് ഇത് അനുവദിക്കാൻ താല്പര്യം കാണിക്കാത്ത ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൽ യാതൊരു റോളും ഇല്ലാത്ത ഒരു കേന്ദ്ര സഹമന്ത്രി വന്നിട്ട് ഇത് ആലപ്പുഴ വേണം പറയുന്നത്, ഞാൻ യാതൊരു റോളും ഇല്ല എന്ന് പറയുന്നത് ഫാക്ച്വലായി തന്നെയാണ് പറയുന്നത്. കാരണം കേന്ദ്ര ക്യാബിനറ്റിന്റെ സമ്പൂർണ്ണ യോഗം വിളിക്കുമ്പോൾ മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരാളാണ് കേന്ദ്ര സഹമന്ത്രി. പ്രധാനമന്ത്രി സ്ഥാനം നരേന്ദ്രമോദി ഏറ്റെടുത്തതിന് ശേഷം കേന്ദ്ര ക്യാബിനറ്റ് തന്നെ കൂടുന്നത്, നോർമൽ ക്യാബിനറ്റ് തന്നെ കൂടുന്നത് വളരെ അപൂർവമായിട്ടാണ്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത്. രാജ്യത്ത് എല്ലാവർക്കും അറിയാം. ക്യാബിനറ്റ് പോലും വളരെ അപൂർവമായിട്ട് കൂടുന്ന ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ ക്യാബിനറ്റ് കൂടുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു രാജ്യത്ത്, സമ്പൂർണ്ണ ക്യാബിനറ്റ് വർഷത്തിൽ 1-2 തവണ മാത്രം കൂടുന്ന ഒരു രാജ്യത്ത് ഒരു കേന്ദ്ര സഹമന്ത്രി വന്നിട്ട് ഇത് ഇവിടെ വേണം എന്ന് പറയുന്നത് കഥയില്ല സത്യം പറഞ്ഞു. അപ്പൊ ഇതൊരു വെറും ഒരു ഡിബേറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പണി മാത്രമായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി.
എന്നിട്ട് നിങ്ങൾക്ക് പറയാം, പുറത്തേക്ക് പറയാം, ഇതാ ഞങ്ങൾ ആലപ്പുഴ വേണമെന്ന് പറഞ്ഞപ്പോൾ ആലപ്പുഴ സമ്മതിച്ചില്ല, ഞാൻ തൃശ്ശൂർ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂർ സമ്മതിച്ചില്ല. ഇതൊരു ഇവിടെ ഒരു യോജിപ്പില്ല, അതുകൊണ്ടാണ് ഇത് വരാത്തത് എന്നൊരു പ്രചാരണം, ഒരു പ്രൊപ്പഗാൻഡ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നു. റൈറ്റ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മറ്റൊരു വാദം ഉന്നയിക്കുന്നു, കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മറ്റൊരു വാദം ഉന്നയിക്കുന്നു. ബി ജെ പിക്ക് അകത്ത് ഇതിനകത്തൊരു ഏകോപന അഭിപ്രായം ഇല്ല എന്നല്ല ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആലപ്പുഴയിൽ വേണമെന്ന് പറഞ്ഞപ്പോഴേക്ക് കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഇതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയും കാണുകയുണ്ടായി. ഇവരുടെ ഈ ഒരു അഭിപ്രായ ഭിന്നത രൂപീകരണത്തിനിടയിലേക്ക് കോൺഗ്രസ് വീണുകൊടുക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കോൺഗ്രസ് അങ്ങനെ വീണുകൊടുക്കുന്നത് ഇതിപ്പോ ആർക്കും അല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ആലപ്പുഴ വേണ്ട, കോഴിക്കോട് മതി എന്ന് കെ സി വേണുഗോപാൽ പറയുകയാണെങ്കിൽ കെ സി വേണുഗോപാലിന് അവിടെ എതിരായി അവിടെ പ്രാദേശിക വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കും, ചിലപ്പോൾ സി പി എമ്മും എൽ ഡി എഫും ശ്രമിക്കും. ഇതൊരു ട്രാപ്പാണ്, അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ട്രാപ്പാണ്. ആ ട്രാപ്പ് ഇപ്പൊ നമ്മൾ ഈ സംഘപരിവാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇവർ പല ഭാഷ സംസാരിക്കുന്ന ആളുകളാണെന്ന് പല ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരേ കാര്യത്തിൽ തന്നെ പല രീതിയിലുള്ള അഭിപ്രായം പറയും. ഇതേ പണി തന്നെയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് വേണം എന്ന് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ആത്മാർത്ഥതയോടെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ ആത്മാർത്ഥത ഇല്ല എന്ന് നമുക്ക് പല കാരണങ്ങളാൽ പല കാര്യങ്ങളാൽ മനസ്സിലായിട്ടുണ്ട്. എന്തൊക്കെ ഇപ്പോ കേരളത്തിന് അനുവദിക്കപ്പെട്ടതോ അല്ലെങ്കിൽ കേരളത്തിന് പ്രഖ്യാപിച്ചതോ ഒക്കെ ആയ പല സംഗതികളും കേരളത്തിൽ നിന്ന് പോയത് നമ്മൾ കണ്ടതാണ്. എന്തിന് കേരളത്തിന് അർഹമായ സാമ്പത്തിക വിഹിതം കടമെടുക്കാൻ പോലും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. നിങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഹർജി പിൻവലിച്ചാൽ നിങ്ങൾക്ക് കടമെടുക്കാനുള്ള അനുമതി തരാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് നമ്മൾ കേട്ടതാണ്. മുണ്ടക്കൈ ചൂരൽമല പോലെ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ട് ഇവിടെ വന്ന് പ്രധാനമന്ത്രി വലിയ ഡ്രാമയൊക്കെ നടത്തി വികാരഭരിതമായ രംഗങ്ങളൊക്കെ അഭിനയിച്ചു പോയതിനു ശേഷം എന്താണ് തന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇതൊക്കെ അവിടെ ഇരിക്കെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ആത്മാർത്ഥതയോടെയാണെന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. പിന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നതും ആത്മാർത്ഥതയോടെയാണ് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. ഇതൊരു ഒരു 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 ഡിസ്കഷൻ അങ്ങ് പ്രൊപ്പൽ ചെയ്തെടുക്കണം. അപ്പോ സ്വാഭാവികമായിട്ട് ആലപ്പുഴ വേണമെന്ന് പറയുമ്പോൾ ആലപ്പുഴയുടെ എം പി ആയ കെ സി വേണുഗോപാലിന് വേണമെന്നുണ്ട് ആലപ്പുഴ ഉണ്ട്, കോഴിക്കോട് തന്നെ മതി, ഞങ്ങളുടെ യു ഡി എഫ് സർക്കാർ കോഴിക്കോട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം അത് അവിടുത്തെ പ്രാദേശിക കാര്യം അയാൾക്ക് എതിരാണ്. ഇപ്പൊ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് കാസർഗോഡ് വേണ്ട എന്ന് പറയാൻ പറ്റില്ല. ഇത് എന്തിനാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലൊരു സ്ഥാപനം, അതൊരു ടേഷറി കെയറിന് വേണ്ടിയിട്ടുള്ളതാണ്, സെക്കൻഡറി കെയറിന് പോലല്ല, ഒരു ടേഷറി കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അല്ലെങ്കിൽ ഒരു റഫറൽ സംവിധാനമാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് റഫർ ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ് ഈ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അല്ലാതെ നമ്മുടെ ജില്ലാ ആശുപത്രി ലെവലിലുള്ള ഒരു സ്ഥാപനമല്ലല്ലോ. അപ്പൊ കാസർഗോഡ് മുതൽ ഒരുപക്ഷെ പാലക്കാട് വരെയുള്ള ജില്ലകളിലുള്ള ആളുകൾക്ക് പ്രയോജനപ്രദമാകുന്ന വിധത്തിലുള്ള ഒരു ലൊക്കേഷൻ എന്നുള്ള നിലയ്ക്കായിരിക്കണം 2014 ഒരുപക്ഷെ കോഴിക്കോട് തീരുമാനിച്ചിട്ടുണ്ടാവുക. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വേറെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ശ്രീചിത്രയുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ പഴക്കമുള്ളതാണ്, അവിടെ അത്യാവശ്യം നല്ല സംവിധാനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്താണ് തീരുമാനം എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ തീരുമാനം ഇപ്പൊ നടപ്പാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയും. കാരണം കേരളത്തിന് തൽക്കാലം അനുവദിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ യൂണിയൻ ബജറ്റിൽ അത് സംബന്ധിച്ച് യാതൊരു പരാമർശം ഉണ്ടായില്ല. 1 രൂപ പോലും നീക്കി വെച്ചിട്ടില്ല. ടോക്കണായി 1 രൂപ നീക്കി വെച്ചിരുന്നെങ്കിൽ ബജറ്റ് അലോക്കേഷൻ പിന്നീട് അനുവദിക്കും, അതുപോലെ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നടക്കാൻ പോകുന്നില്ല. ഇത് നടക്കാൻ പോകാത്തൊരു കാര്യം, ഇത് ഏതെങ്കിലും തരത്തിൽ അടുത്ത ഇലക്ഷനിൽ ഇതൊരു ഡിബേറ്റായി വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് പറഞ്ഞു നിൽക്കാൻ ഒരു സംഗതി വേണം. എന്താ ഇവിടെ ഒരു അഭിപ്രായമൊക്കെ ഉണ്ടായില്ല, ഞങ്ങൾ ആലപ്പുഴ വെക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ആളുകൾ കൂടെ പറഞ്ഞു ആലപ്പുഴ കിട്ടില്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ കോഴിക്കോട് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു അഭിപ്രായമൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും വരാത്തത് എന്ന് പറഞ്ഞ് പരത്താനുള്ള ഒരു 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 തന്ത്രമായിട്ട് മാത്രമേ നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടതുള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു 10 വർഷത്തിലധികമായി ഇപ്പോൾ കോഴിക്കോട് കിനാലൂരിൽ 200ഓളം ഏക്കർ ഭൂമി സർക്കാർ ഇതിന് കണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റെടുക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്നിപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ സച്ചിൻ ദേവ് MLA മാധ്യമങ്ങൾക്ക് കൊടുത്ത പ്രതികരണത്തിൽ പറയുന്നത്. അവിടെ ഭൂമി വിപണനം നടത്താനോ ഭൂമി തരം അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനോ ഒന്നും പറ്റാത്ത രൂപത്തിൽ ആ കുടുംബങ്ങൾ അവിടെ ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് സർക്കാർ ഒന്നുകൂടി ആ കാര്യത്തിൽ കുറച്ച് വ്യക്തത വരുത്തേണ്ടതില്ലേ? ഇതിങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ആ ഭാഗത്തെ കുടുംബങ്ങളടക്കമുള്ളവർ നേരിടുന്ന പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണേണ്ടതാണല്ലോ. നിശ്ചയമായിട്ടും അതൊരു വലിയ പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രൊജക്ട് വരാൻ പോകുന്നു. ആ പ്രൊജക്ടിന്റെ ഭാഗമായി ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട്. 200 ഏക്കർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പോലും ആ പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഭൂമി കൂടെ ചിലപ്പോൾ പിന്നീട് അക്വയർ ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ വിപണനം ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. അക്വയർ ചെയ്യാൻ മാർക്ക് ചെയ്തത് മാത്രമല്ല
അതിന്റെ ചുറ്റുവട്ടത്തുള്ള ഭൂമിയുടെ ക്രയവിക്രയം പോലും സ്തംഭിക്കും. കാരണം ആളുകൾ ഇത് വാങ്ങാൻ പഠിക്കും. കാരണം നാളെ ഒരു 4 വർഷം കഴിഞ്ഞ് എയിംസ് വരികയാണെങ്കിൽ എയിംസ് വന്ന ഒരു 4 വർഷം കഴിയുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഹോസ്റ്റലിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാവാം, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഭൂമി ഇപ്പൊ ചിലപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് സംവിധാനം ഇതുമായി റിലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവാം ഭൂമി ഏറ്റെടുത്ത് പോവാം. അപ്പൊ അവിടുത്തെ ക്രയവിക്രയം ഒരു പ്രശ്നത്തിലാവും. ആളുകൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇത് വിൽക്കാൻ പറ്റില്ല. എന്നാൽ ഇത് സർക്കാർ ഏറ്റെടുക്കുക, അത് നടക്കില്ല. അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഇതൊന്ന് കൈമാറ്റം ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. ഇതൊരു വലിയ ക്രൈസിസാണ്. അതുകൊണ്ട് ഈ ക്രൈസിസിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അവിടെ വേണ്ടാന്ന് വെക്കാൻ എന്നുള്ളത്. പക്ഷെ അതിലും വലിയ പ്രശ്നമായിട്ട് മാറും. കാരണം ഇപ്പൊ ഇനി അത് അവിടെ വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊപ്പഗാൻഡ എക്സസൈസിന് ഗുണം തരുന്ന ഒരു സംഗതിയായിട്ട് മാറും. സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യം സെൻട്രൽ ഗവൺമെന്റുമായിട്ട് നിരന്തരം സംസാരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും വിധത്തിൽ ഇത് നടത്തിയെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽത്ത് കെയർ സംവിധാനമോ അല്ലെങ്കിൽ പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ടുള്ള മുമ്പ് ഈ കിനാലൂരിൽ വ്യവസായ എസ്റ്റേറ്റിനാണ് പറഞ്ഞത്, അതല്ലാതെ പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിപ്പോ സ്റ്റേറ്റിന് അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. കാരണം സ്റ്റേറ്റിന്റെ ഫിനാൻഷ്യൽ സ്ഥിതി നമുക്കറിയാമല്ലോ. അപ്പൊ ഇത് വലിയ ക്രൈസിസ് ആണ് സ്റ്റേറ്റിനെ സംബന്ധിച്ച്. സ്റ്റേറ്റ് ഇക്കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത വന്നിരുന്നു, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഡൽഹിയിലുള്ള KV തോമസും റെസിഡന്റ് കമ്മീഷനും കൂടെ ഹെൽത്ത് മിനിസ്ട്രി പോയി സംസ്ഥാനത്തിന് 2014 ബജറ്റിൽ അനുവദിച്ച എയിംസിന്റെ തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഉണ്ടായിരുന്നു. എന്നിട്ട് വളരെ പോസിറ്റീവാണ് കാര്യങ്ങൾ എന്ന് KV തോമസ് പറഞ്ഞു. ഈ പോസിറ്റീവ് ആണെന്നായിരിക്കും അവിടെ നിന്ന് റിപ്ലൈ ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് മറുപടി കൊടുക്കുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കും, അല്ലെങ്കിൽ പ്രോസസ്സിലാണ് എന്ന് പറയാനൊരു ബുദ്ധിമുട്ടില്ല. പ്രോസസ്സ് കഴിഞ്ഞ് അന്തിമ അനുമതി ഇപ്പൊ കിട്ടും എന്ന് ഉദ്യോഗസ്ഥർക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടല്ല, പല കാര്യങ്ങളിലും ഈ തട്ടിക്കൊണ്ടു ഇങ്ങനെ തട്ടുകെട്ടി നീട്ടി കൊണ്ടുപോകല് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച എവിടെയുണ്ട്? അതിന്റെ ദുരിതം സത്യം പറഞ്ഞാൽ ഇപ്പൊ കിണറിലുള്ള മനുഷ്യന്മാര് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവിടെ സ്റ്റേറ്റിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഈ ലൊക്കേഷനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് കാസർഗോഡിൻ്റെ ആരോഗ്യരംഗത്തുള്ള അവിടെ ആവശ്യമായ സംവിധാനങ്ങളില്ലാത്തത്, മംഗലാപുരം ലോബിയുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ലോബി കാരണമായി ഒരു നാടിങ്ങനെ മുരടിച്ചു പോകുന്ന അടക്കമുള്ള ചർച്ചകളൊക്കെ വികസിച്ച് വരുന്നുണ്ട്. എയിംസ് നമുക്കറിയാം നമ്മുടെ ഒരു ജില്ലാ ആശുപത്രി പോലെയോ താലൂക്ക് ആശുപത്രി പോലെയോ നേരിട്ട് ചെറിയ രോഗങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സംവിധാനമല്ല, ഗവേഷണമാണ് അവിടെ കൂടുതൽ. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആകെത്തുക നമ്മുടെ ആരോഗ്യരംഗത്തെ പുഷ്ടിപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയ കക്ഷികളെല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കുകയല്ലേ വേണ്ടത്. ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളൊക്കെ അതിന് നേർവിരുദ്ധമല്ലേ ശരിക്കും? ഒറ്റക്കെട്ടായി ശ്രമിക്കുന്നു. ഇപ്പൊ കാസർഗോഡ് അത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പരിഗണിക്കേണ്ടതാണ്. കാസർഗോഡ് ആ ജില്ലയ്ക്ക് പ്രാപ്യമായ നിലവാരമുള്ള ഒരു ചികിത്സാ സംവിധാനം അതിനുള്ളിൽ ഉണ്ടാക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം. അതിപ്പോ ഈ ഗവൺമെന്റിന്റെയോ കഴിഞ്ഞ ഗവൺമെന്റിന്റെയോ മാത്രം ഉത്തരവാദിത്തം. കാലങ്ങളായിട്ട് ഈ ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു സർക്കാരും അത് അംഗീകരിച്ചു കൊടുക്കാറ്. ഇപ്പൊ കാസർഗോഡ് പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് കാലം എത്രയും? പ്രഭാകരൻ കമ്മീഷൻ എന്നായിരുന്നു ആ കമ്മീഷന്റെ പേരെന്നാണ് എന്റെ ഓർമ്മ. നമ്മുടെ പോലും ഓർമ്മയിൽ നിന്ന് ആ കമ്മീഷന്റെ പേര് പോയി. പല ബജറ്റുകളിൽ ആ കമ്മീഷന്റെ ഭാഗമായിട്ട് കാസർഗോഡിന്റെ പാക്കേജിന് വേണ്ടിയിട്ട് തുക വകയിരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ പലത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു 10 അത് ബജറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് തുടർച്ചയായ അവഗണനയുടെ പ്രശ്നമാണ് കാസർഗോഡിനെ സംബന്ധിച്ച്. അത് വേറെ തന്നെ പരിഗണിക്കേണ്ട ഒരു പ്രശ്നമാണ്. അതും എയിംസുമായിട്ട് കൂട്ടിക്കലർത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എയിംസ് നേരത്തെ സാലും പറഞ്ഞ പോലെ അതൊരു ടെർഷ്യറി കെയറിനും ഗവേഷണത്തിനും വേണ്ട സമയത്ത് ഗവൺമെന്റിന് വേണ്ട എന്താ പറയാ അഡ്വൈസ് കൊടുക്കാനും പാകത്തിനുള്ള ഒരു സംവിധാനമായിട്ടാണ് എയിംസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അല്ലാതെ പനിക്കും ചുമക്കും ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം കിട്ടില്ല. അപ്പൊ ആ ഗൗരവത്തോടുകൂടെ സംസ്ഥാനത്തിന്റെ ഒരു പകുതി ജനസംഖ്യക്കെങ്കിലും ഒരു 3-4 മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കാനുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനം അത് ഉചിതമായ തീരുമാനമാണ്. കണ്ടെത്തിയ സ്ഥലവും ഉചിതമായെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ അത് കാസർഗോഡിന്റെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിൽ വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ഒരേ മനസ്സോടുകൂടെ കേരളത്തിന് എയിംസ് അനുവദിക്കുക, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അനുവദിക്കുക. സ്ഥലം ഏത് എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം, അത് നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിച്ചതാണ് എന്ന് ഒറ്റക്കെട്ടായി പറയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.
പക്ഷെ അങ്ങനെ പറയാൻ ശ്രമിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം എന്താണ് പറയുന്നതെന്നോ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ എന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, വായിൽ തോന്നുന്നത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഏകാഭിപ്രായം ഉണ്ടാക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും എന്ന് പോലും നമ്മൾ കരുതേണ്ടതില്ല. നാളെ ഒരുപക്ഷെ അദ്ദേഹം നേരത്തെ പറഞ്ഞില്ല തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിൽ എയിംസ് അനുവദിച്ചത് കേരളത്തിനോടൊപ്പം തന്നെയാണ്, കേരളത്തിന്റെ കൂടെ തന്നെയാണ് തമിഴ്നാട്ടിലും എയിംസ് അനുവദിക്കുന്നു എന്ന പ്രഖ്യാപനം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായത്. അവിടെ അതിന് ഭൂമി ഏറ്റെടുത്തു, അതിന് നിർമ്മാണാനുമതി കൊടുത്തു, അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം കേരളത്തോടൊപ്പം, കേരളത്തിനും തമിഴ്നാടിനോടും ഒപ്പം അനുവദിക്കപ്പെട്ടതോ അതിനുശേഷം അനുവദിക്കപ്പെട്ടതോ ആയ സംസ്ഥാനങ്ങളിലൊക്കെ എയിംസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ OP തുടങ്ങി, അവിടെ പഠനം തുടങ്ങി, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടും കേരളത്തിൽ ഇത് അനുവദിച്ചിട്ട് പോലുമില്ല. തമിഴ്നാട്ടിൽ അനുവദിച്ചായിട്ട് നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഈ പ്രശ്നമാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇതൊരു തരം അവഗണനയുടെ കൂടെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് ഈ പണ്ട് ഈ R ബാലകൃഷ്ണനെ കുറ്റം പറയാറുണ്ട്, പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് R ബാലകൃഷ്ണൻ അന്ന് പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞാൽ കേരളത്തിന് അനുവദിച്ച റെയിൽ കോച്ച് ഫാക്ടറി പഞ്ചാബിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോഴാണ് R ബാലകൃഷ്ണനുള്ള ആ പ്രസംഗം നടത്തി. പിന്നീട് R ബാലകൃഷ്ണനുള്ള തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്, ഞാൻ ആ തീവ്രവാദ സമരം നടത്തണം എന്നല്ല പ്രസംഗിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഈ അവഗണന കാലങ്ങളായിട്ട് നടക്കുകയാണ്. ഇത്രയും അവഗണന നടന്നിട്ടും 10 വർഷം മുമ്പ് പ്രഖ്യാപിച്ച സംഗതിയുടെ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാതിരിക്കുകയും ചെയ്തിട്ട് പോലും കേരളത്തിലെ BJP ഒഴിച്ചുള്ള പ്രബല രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് CPM ആകട്ടെ, CPI ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ലീഗ് ആകട്ടെ, ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഡിമാൻഡ് ചെയ്യണമല്ലോ. ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് കോഴിക്കോട്ട് കിനാലൂർ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത് അനുവദിക്കണം എന്ന് ഒരുമിച്ച് നിന്ന് പറയാൻ BJP നമ്മൾ ഒഴിവാക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വലിയ പ്രസക്തി ഇപ്പോഴും ഇല്ലാത്തൊരു പാർട്ടിയാണ്. പിന്നെ എന്താ പറയാ, ഏതെങ്കിലും തരത്തിലൊരു പ്രോ ഡെവലപ്മെന്റ് അജണ്ട ഉണ്ട് എന്ന് നമുക്ക് കരുതാൻ വയ്യാത്തൊരു പാർട്ടിയായിട്ട് നമുക്ക് ഇപ്പോഴും അതിനെ കണക്കാക്കണം. അത് ദേശീയ തലത്തിലും അങ്ങനെ തന്നെയാണ്. എന്താണ് വിഷലിപ്തമായ പ്രൊപ്പഗാൻഡയാണല്ലോ അതിന്റെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ. അപ്പോ അതിനെ നമ്മൾ മാറ്റി വെക്കണം. ബാക്കി രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കഴിയണമല്ലോ. അതാണ് സത്യം പറഞ്ഞാൽ അതിന് സ്റ്റേറ്റ് ഗവൺമെന്റ് സത്യം പറഞ്ഞാൽ ഇപ്പൊ മുൻകൈ എടുക്കേണ്ട ഒരു സമയമാണ്. ഇപ്പൊ ഒരു ഡിസ്കഷൻ ഉയർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് വേണമെങ്കിൽ എല്ലാ കക്ഷികളുടെയും നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള എല്ലാ കക്ഷികളുടെയും ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് ഏകാന്തമായിട്ടുള്ള ആവശ്യം വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കാവുന്നതാണ്. പക്ഷെ അതുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്. ഏതായാലും കേരളത്തിൽ എയിംസ് അത് പതിറ്റാണ്ടിലേറെയായി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഭൂമിയെല്ലാം തയ്യാറാണ്, എല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്, പക്ഷേ കിട്ടണ്ടേ എന്നാണ് മുഖ്യമന്ത്രി പോലും കഴിഞ്ഞ വർഷം ചോദിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തിൽ എത്തിയിരുന്നു. അപ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നത് എയിംസ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രസ്താവന അദ്ദേഹം പുറപ്പെടുവിക്കുമെന്നാണ്. അതുണ്ടായില്ല. ഇപ്പോൾ എയിംസിൻ്റെ ലൊക്കേഷനെ സംബന്ധിച്ച് BJP നേതാക്കൾ ഇങ്ങനെ വടംവലി നടത്തുന്നതിൻ്റെ ഉദ്ദേശം അത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഏതായാലും എയിംസ് വരട്ടെ, നമ്മുടെ നാടിൻ്റെ ആരോഗ്യരംഗം പുഷ്ടിക്കട്ടെ. ഇങ്ങനെയുള്ള ചീപ്പ് വിവാദങ്ങളിലൂടെ അത്തരത്തിലുള്ള ഒരു വലിയ സ്ഥാപനം വരുന്നത് ഇവിടെ തടയാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കൂ. സൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.